എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നടന്ന, അതായത് ജൂൺ 6-ാം തീയതി നടന്ന ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയുടെ 3-ാം ഘട്ട പരീക്ഷയിലെ മലയാളം ചോദ്യങ്ങൾ എങ്ങനെയെല്ലാം ആയിരുന്നു, എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വന്നത്, അതിന്റെ ശരിയായ ഉത്തരം എന്താണ്, അനുബന്ധ വസ്തുതകൾ എന്താണ് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ സെഷനിൽ പരിശോധിക്കാം. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മലയാളവുമായി ബന്ധപ്പെട്ട് ചോദിച്ച ഒന്നാമത്തെ ചോദ്യം നമുക്ക് അത്രമേൽ സുപരിചിതമല്ലാത്തൊരു ചോദ്യമായിരുന്നു. പക്ഷേ നല്ലതുപോലെ വായിച്ചു നോക്കിയാൽ നമുക്കത് മനസ്സിലാവുകയും ചെയ്യും. എന്തായിരുന്നു ചോദ്യം? കാകദന്ത ഗവേഷണ ന്യായത്തിന് സമാനമായ പഴഞ്ചൊല്ലേത്? ഓപ്ഷൻ എ, അങ്ങാടി പയ്യ ആലയിൽ നിൽക്കില്ല. ഓപ്ഷൻ ബി, അങ്ങാടിയിൽ പോകാൻ ചങ്ങാതി വേണ്ട. ഓപ്ഷൻ സി, അങ്ങുമിങ്ങും പോയാൽ എങ്ങുമെത്താ. ഓപ്ഷൻ ഡി, അങ്ങില്ല പൊങ്ങിന്റെ വേര് കിളയ്ക്കാമോ. അങ്ങില്ലല്ല എന്നല്ല കേട്ടോ, അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. അങ്ങില്ല പൊങ്ങിന്റെ വേര് കിളയ്ക്കാമോ എന്നാണ്. എന്താണ് ചോദ്യം കൊണ്ട് അർത്ഥമാക്കുന്നത്? കാകദന്ത ഗവേഷണ ന്യായം. കാകനാരാണ്? കാക്കയാണ്. ദന്തം പല്ലാണ്. അപ്പോ കാക്കയ്ക്ക് പല്ലുണ്ടോ എന്ന് ഗവേഷണം നടത്തുന്നു, ഒരു റിസർച്ച് നടത്തുന്ന ന്യായത്തെ കുറിച്ചാണ് പറയുന്നത്. എന്തെങ്കിലും പ്രയോജനമുള്ള പ്രവൃത്തിയാണോ? കാക്കയ്ക്ക് പല്ലുണ്ടോ? ഇല്ല എന്ന് നമുക്കറിയാം. അപ്പൊ ഇല്ലാത്ത വസ്തുവിനെ അന്വേഷിക്കുന്നതുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതേതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അങ്ങില്ല പൊങ്ങിന്റെ വേര് കിളയ്ക്കാമോ, അതാണ് ശരിയായ ഉത്തരം. എന്താണ് ഈ അങ്ങില്ല പൊങ്ങ് എന്ന് പറഞ്ഞാല്? അതിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഈ മലയാളവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്കൊന്ന് വിശകലനം ചെയ്തു പോകാം. അതിന്റെ ശരിയായ ഉത്തരങ്ങൾ മാത്രം നമുക്കൊന്ന് പരിചയപ്പെട്ടു പോകാം. അതിനുശേഷം ഓരോന്നും എന്താണ് എന്ന് പരിശോധിക്കാം കേട്ടോ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ചുവടെ നൽകിയവയിൽ ശരിയായ വാക്യമേത്? 1, കിണറ്റിനുള്ളിൽ വീണ പുലിയെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. 2, അനേക വർഷങ്ങൾ കഴിഞ്ഞാണ് ഞങ്ങൾ നാട്ടിൽ പോയത്. 3, ഓരോ വിദ്യാർത്ഥികളും പുസ്തകങ്ങൾ വായിക്കണം. 4, അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ ഒരു തീരുമാനമെടുത്തു. ഇതിലേതാണ് ശരിയായ വാക്യം എന്നാണ് ചോദ്യം. ഉത്തരം കിട്ടിയോ? ഓപ്ഷൻ എ പറയുന്നു 1ഉം 4ഉം, ഓപ്ഷൻ ബി 1ഉം 3ഉം, ഓപ്ഷൻ സി 4 മാത്രം, ഓപ്ഷൻ ഡി 3 മാത്രം. ഏതാ ശരിയായ ഉത്തരം? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. 4 മാത്രമാണ് തന്നിട്ടുള്ളതിൽ ശരിയായ വാക്യം. ബാക്കിയുള്ള വാക്യങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? വഴിയെ പരിശോധിക്കാം. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: ഒരേ അർത്ഥം വരാത്ത പദക്കൂട്ടം ഏത്? ഓപ്ഷൻ എ, ധ്വജം, കൊടിമരം, പക്ഷി. ഓപ്ഷൻ ബി, ചന്ദനം, മലയജം, ഭദ്രശ്രീ. ഓപ്ഷൻ സി, പഴം, ഫലം, പക്വം. ഓപ്ഷൻ ഡി, തന്തുബം, സർഷപം, കടുക്. ഇതിലേതാണ് ഒരേ അർത്ഥം വരാത്ത പദക്കൂട്ടം എന്നതാണ് ചോദ്യം. ഇതിൽ കടുകിന്റെ പര്യായ പദങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല എങ്കിൽ പോലും അതിനു മുൻപ് തന്നെ ശരിയായ ഉത്തരം നമ്മുടെ കണ്ണിൽ പെട്ടിട്ടുണ്ടാകും. ധ്വജം, കൊടിമരം എന്നീ വാക്കുകൾ അല്ലെ, അതിന്റെ അർത്ഥമായിട്ട് അല്ലെങ്കിൽ സമാനാർത്ഥമായിട്ട് പക്ഷി വരുമോ? ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്. ധ്വജം, കൊടിമരം, പക്ഷി ഒരേ അർത്ഥം വരാത്ത പദക്കൂട്ടങ്ങളാണ്. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഹി ഈസ് ഓൾഡ് ഫാഷൻഡ് എന്ന വാക്യത്തിന് ഏറ്റവും യോജിച്ച പരിഭാഷ ഏത്? നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് അല്ലെ. പക്ഷേ പ്രശ്നം അതല്ല, ശരിയായ രീതിയിൽ എഴുതിയത് കൂടി നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഓപ്ഷൻ എ, അയാളാണ് പഴഞ്ചൻ. ഓപ്ഷൻ ബി, അയാൾ മാത്രമാണ് പഴഞ്ചൻ. ഓപ്ഷൻ സി, അയാൾ പഴഞ്ചനാണ്. ഓപ്ഷൻ ഡി, അയാൾ പഴഞ്ചൻ മാത്രമാണ്. ഏതാ ശരിയായ ഉത്തരം? ശരിയായ ഉത്തരം അയാൾ പഴഞ്ചനാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഹീസ് ഓൾഡ് ഫാഷൻഡ്, അയാൾ പഴഞ്ചനാണ്. അഞ്ചാമത്തെ ചോദ്യം നോക്കാം. ശരിയായി എഴുതിയ പദം ഏതാണ്? ഭൂയിഷ്ടം, ഉച്ചിഷ്ടം, ശ്രേഷ്ഠം, സ്പഷ്ടം എന്നീ വാക്കുകൾ എഴുതിയിട്ടുണ്ട്. ഇതിൽ ശരിയായി എഴുതിയ ഒരേ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ. ആ വാക്ക് ഏതാണ് എന്നതാണ് ചോദ്യം. ഉത്തരം കിട്ടിയോ? ഫലഭൂയിഷ്ടം എന്നൊക്കെ എഴുതുമ്പോ നമ്മൾ ഇങ്ങനെയാണ് എഴുതുക അല്ലെ. അപ്പൊ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്. ബാക്കിയുള്ള 3 വാക്കുകളും തെറ്റാണ്. ക്ലാസ്സിൽ മുൻപ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എങ്ങനെയാണ് അത് ശരിയായിട്ട് എഴുതേണ്ടത് എന്നൊക്കെ നമുക്ക് വഴിയെ ചർച്ച ചെയ്യാം.
ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചുവടെ ചേർത്തെഴുതിയിരിക്കുന്ന പദങ്ങളിൽ ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. കരിം അധികം പുലി കരിമ്പുലി, ഗതി അധികം അന്തരം ഗത്യന്തരം, ജഗത്ത് അധികം നാഥൻ ജഗന്നാഥൻ, വിണ്ണ് അധികം തലം വിണ്ടലം. അല്ലെ, എല്ലാം തന്നെ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ ശരിയായവ തിരഞ്ഞെടുത്തെഴുതാനാണ് ചോദ്യം. നിസ്സംശയം നിങ്ങൾ ഉത്തരത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടാകും. ഇതിൽ 2ഉം 3ഉം മാത്രമാണ് ശരിയായി ചേർത്തെഴുതിയിരിക്കുന്നത്. അപ്പോ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഏഴാമത്തെ ചോദ്യം നോക്കൂ. കിണറിന്റെ സമാന പദങ്ങൾ ഉൾക്കൊള്ളുന്ന ശരിയായ ജോഡി ഏത്? ഓപ്ഷൻ എ കൂപം പ്രഹി, ഓപ്ഷൻ ബി ഖേയം കൂപം, ഓപ്ഷൻ സി കൂപം ഹയം, ഓപ്ഷൻ ഡി കൂപം മുകുടം. ഏതാ ശരിയായ ഉത്തരം? കൂപമണ്ടൂകം. കൂപം എന്നാൽ കിണറിന്റെ പര്യായമാണ് എന്ന് നമുക്ക് നിസ്സംശയം അറിയാം അല്ലെ. കൂപം കൂടാതെയുള്ളത് ഏതാണ്? പ്രഹിയാണ് കേട്ടോ. കൂപം എന്ന് പറഞ്ഞാലും പ്രഹി എന്ന് പറഞ്ഞാലും കിണറിന്റെ പര്യായ പദങ്ങളാണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചുവടെ പറയുന്നവയിൽ ശരിയായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡി ഏത്? നിസ്സംശയം ഉത്തരത്തിലേക്ക് കയറിയിട്ടുണ്ടാകും. ശ്വശുര ശ്വശുരൻ, ശ്വശ്വിരി ശ്വശുരൻ, ശ്വശ്രു ശ്വശുരൻ, ശ്വശു ശ്വശുരൻ. ഏതാ ശരിയായ ഉത്തരം? എത്രയോ തവണ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നു അല്ലെ. ശ്വശ്വരൻ ശ്വശ്രു ആണ് ശരിയായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡി. അമ്മായി അച്ഛൻ എന്നും അമ്മായി അമ്മ എന്നും അർത്ഥം വരുന്ന പദങ്ങളാണ്. അനേകം തവണ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം നോക്കൂ. കലബ് എന്നല്ല കേട്ടോ. വീണ്ടും ചോദ്യത്തിൽ സംഭവിച്ചിരിക്കുന്ന തകരാറാണ്. അത് ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. കലപ്പയാണ് ചോദ്യകർത്താവ് ഉദ്ദേശിച്ചിട്ടുള്ളത്. കലപ്പ എന്ന പദത്തിന്റെ പര്യായം അല്ലാത്ത പദം ഏത്? അല്ലെ, കലപ്പയാണെന്ന് എങ്ങനെ മനസ്സിലായി? ഹലം, സീരം, ലാംഗലം എന്നീ വാക്കുകൾ കണ്ടപ്പോ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും കലപ്പയുടെ പര്യായമാണ് ചോദ്യകർത്താവ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന്. അതുകൊണ്ട് തന്നെ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉപലം. കലപ്പയുടെ പര്യായമല്ല എന്നുള്ളതാണ്. 10ാമത്തെ ചോദ്യം ഇതായിരുന്നു. വിശ്വസ്ത സേവകൻ ഘടകപദങ്ങളാക്കുക. ഓപ്ഷൻ എ വിശ്വസ്തന്റെ സേവകൻ, ഓപ്ഷൻ ബി വിശ്വാസിയായ സേവകൻ, ഓപ്ഷൻ സി വിശ്വസ്തനായ സേവകൻ, ഓപ്ഷൻ ഡി വിശ്വസ്തനും സേവകനും. ഓപ്ഷൻ ബി വിശ്വസി എന്നേ ഉള്ളൂ അല്ലെ, അവിടെ ദീർഘ ഇട്ടിട്ടില്ല. വിശ്വാസി എന്ന് പറയാനും പറ്റൂല. അപ്പൊ ശരിയായ ഉത്തരം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. വിശ്വസ്ത സേവകൻ എന്നൊരാളെ വിളിക്കുന്നത് അയാൾ വിശ്വസ്തനായതുകൊണ്ടാണ്. അപ്പൊ എങ്ങനെ വിഗ്രഹിക്കാം അല്ലെങ്കിൽ ഘടകപദങ്ങളാക്കാം? വിശ്വസ്തനായ സേവകൻ. അതാണ് ശരിയായ ഉത്തരം. ഇനി മലയാളം വൊക്കാബുലറി പാർട്ടിൽ നിന്നുള്ള 10 ചോദ്യങ്ങൾ ഇപ്രകാരമായിരുന്നു. അതുകൂടാതെ കലാ, സാഹിത്യം, സംസ്കാരം ഈ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പരിശോധിക്കാം. 1ാമത്തെ ചോദ്യം. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ജീവചരിത്രം എഴുതപ്പെട്ടത് ഇവരിൽ ആരുടേതാണ്? ചങ്ങമ്പുഴ, അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു, മന്നത്ത് പത്മനാഭൻ. ഏതാ ശരിയായ ഉത്തരം? നിസ്സംശയം എല്ലാവരും ഉത്തരത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടാകും. മലയാളത്തിൽ ഏറ്റവും അധികം ജീവചരിത്രങ്ങൾ എഴുതപ്പെട്ടത് ശ്രീനാരായണ ഗുരുവിന്റെയാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു. അടുത്ത ചോദ്യം. തപോമയിയുടെ അച്ഛൻ എന്ന നോവലിനെയും, കണ്ടോ ഇവിടെയും ഉണ്ട് തകരാറ്, അതിന്റെ രചയിതാവിനെയും കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 1. ഈ സന്തോഷ് കുമാർ എഴുതിയ ഈ നോവലിൽ പ്രത്യക്ഷപ്പെടുന്ന പാകിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥിയായി ഗോപാൽ ബറുവയെ ചിത്രീകരിച്ചിരിക്കുന്നു. 2. 2024 പ്രസിദ്ധീകരിച്ച ഈ നോവലിന് 2025 അഭിമാനകരമായ വയലാർ അവാർഡ് ലഭിച്ചു. 3. മലയാളത്തിലെ പ്രമുഖ ഉത്തരാധുനിക എഴുത്തുകാരനായ ഇ സന്തോഷ് കുമാർ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതിയായ അന്ധകാരനഴി ഉൾപ്പെടെ നിരവധി നോവലുകൾ രചിച്ചിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി എന്നതാണ് ചോദ്യം. ഇവിടെ അല്പം ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമായിട്ട് ഇത് തോന്നുന്നു. എന്തായാലും 2ാമത്തെ പ്രസ്താവന ശരിയാണ് എന്ന കാര്യം ആർക്കും തർക്കമുണ്ടാവില്ല. കാരണം ഈ സന്തോഷ് കുമാറിന് ഹരിശ്രീ അശോകന് സന്തോഷമായി എന്ന സൂത്രവാക്യം നമ്മൾ പഠിച്ചിരുന്നു. അപ്പോ
ഏറ്റവും ഒടുവിൽ വയലാർ അവാർഡ് നേടിയത് ഈ സന്തോഷ് കുമാറാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല. രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ്. പിന്നെ മൂന്നാമത്തെ പ്രസ്താവന, അതിനെക്കുറിച്ചും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ സന്തോഷ് കുമാറിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് അന്ധകാരനഴി എന്ന കാര്യവും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ രണ്ടും മൂന്നും എന്തായാലും ശരിയാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണോ ഓപ്ഷൻ ഡി ആണോ എന്ന കാര്യത്തിലാണ് ഒരു സംശയം വരിക. അതായത് ഒന്നാമത്തെ പ്രസ്താവന ശരിയാണോ? ഒന്നാമത്തെ പ്രസ്താവന, ഇതിലെ കേന്ദ്ര കഥാപാത്രം ഗോപാൽ ബറുവ, അദ്ദേഹം പാകിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം ബംഗാളിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് ഗോപാൽ ബറുവ എന്നുള്ളത്. അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും ഗോപാൽ എന്ന് പേര് വരാൻ സാധ്യതയില്ലല്ലോ എന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒന്നാണ്. എന്തായാലും ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ശരിയായ ഉത്തരം ഏതാണ്? രണ്ടും മൂന്നും മാത്രം ശരി. അതായത് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം ഇതായിരുന്നു: ചരിത്രപരമായ മലയാള പ്രസിദ്ധീകരണമായ ജ്ഞാന നിക്ഷേപത്തെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 1. മുൻകാല ആനുകാലികങ്ങളിൽ കൈയെഴുത്തും ലിത്തോഗ്രാഫും ഉപയോഗിച്ചിരുന്നെങ്കിലും ജ്ഞാന നിക്ഷേപം അച്ചടിക്കായി ചലിക്കുന്ന മലയാള തരങ്ങൾ ഉപയോഗിക്കുകയും സംഗതി വിവരങ്ങൾ എന്ന തലക്കെട്ടിലുള്ള ഉള്ളടക്ക പട്ടിക ഉൾപ്പെടെ ഒരു ഘടനാപരമായ പേജ് ലേഔട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. 2. ബെഞ്ചമിൻ ബെയ്ലിയുടെ എഡിറ്റർഷിപ്പിലാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത് എന്ന് ചരിത്ര ഗവേഷണം സ്ഥിരീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ ലേഔട്ട് ഡിസൈനുകൾ പിന്നീട് തുടർന്നുള്ള മാസികകളും അനുകരിച്ചു. 3. ആർച്ച് ഡീക്കൻ കോശിയുടെ ആദ്യകാല മലയാള നോവൽ രൂപമായ പുല്ലേലി കുഞ്ഞ് എന്നല്ല, പുല്ലേലി കുഞ്ചു എന്നാണ് കേട്ടോ, ജ്ഞാന നിക്ഷേപത്തിന്റെ കോളങ്ങളിൽ പരമ്പരയായി പ്രസിദ്ധീകരിച്ചു. ഇതിൽ പ്രസ്താവനകളിൽ ശരിയായതേത് എന്നതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം മാത്രമാണ് ശരിയായത്. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. എന്താണ് അതിന്റെ കാരണമൊക്കെ വഴിയെ പറയാം കേട്ടോ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം അല്ലെങ്കിൽ അവസാനത്തെ ചോദ്യം ഇതായിരുന്നു: ശ്രീ ബുദ്ധചരിതം എന്ന സാഹിത്യ കൃതിയെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? 1. കുമാരനാശാൻ വിവർത്തനം ചെയ്ത സർ എഡ്വിൻ അർണോൾഡിന്റെ ദ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന പ്രശസ്ത കൃതിയുടെ മലയാള പരിഭാഷയാണിത്. 2. കിളിപ്പാട്ട് ശൈലിയിൽ രചിച്ച ഈ കൃതി 1915 ശാരദ ബുക്ക് ഡിപ്പോ പ്രസിദ്ധീകരിച്ചു. 3. തിരുവിതാംകൂറിലെ രാജകുടുംബമാണ് കേരളത്തിൽ ബുദ്ധമത ദർശനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിവർത്തനം പ്രാഥമികമായി നിയോഗിച്ചത്. ഏതാ ശരിയായത്? ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രസ്താവന ശരിയാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവില്ല. മൂന്നാമത്തെ പ്രസ്താവന ശരിയാണോ? അല്ല. തിരുവിതാംകൂർ രാജകുടുംബം അല്ല കേരളത്തിൽ ബുദ്ധമത ദർശനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി വിവർത്തനത്തിന് നിയോഗിച്ചത്. കുമാരനാശാൻ സ്വന്തം ഇഷ്ടപ്രകാരമാണ് എഡ്വിൻ അർണോൾഡിന്റെ ലൈറ്റ് ഓഫ് ഏഷ്യ മലയാളത്തിലേക്ക് കിളിപ്പാട്ട് ശൈലിയിൽ പരിഭാഷപ്പെടുത്തിയത്. അപ്പൊ മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. 1ഉം 2ഉം മാത്രമാണ് ശരിയായ പ്രസ്താവനകൾ. ഓപ്ഷൻ ബി ശരിയായ ഉത്തരം. അപ്പൊ 14 ചോദ്യങ്ങളുടെയും ശരിയായ ഉത്തരം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. നിങ്ങൾ പരീക്ഷ എഴുതിയവരാണെങ്കിൽ നിങ്ങൾക്ക് എത്ര എണ്ണം ഇതിൽ ശരിയാക്കാൻ സാധിച്ചു എന്ന് നോക്കുക. എഴുതാത്തവരാണെങ്കിൽ ഈ ചോദ്യങ്ങളിലൂടെ കടന്നുപോയപ്പോൾ നിങ്ങൾ ആയിരുന്നുവെങ്കിൽ എത്ര എണ്ണം ശരിയാക്കുമായിരുന്നു എന്നും തിരിച്ചറിയുക. ഉത്തരസൂചിക ഇങ്ങനെയാണ് മലയാളം ചോദ്യങ്ങളുടെ: 1D, 2C, 3A, 4C, 5A, 6B, 7A, 8C, 9D, 10C, 11C, 12B, 13C, 14B. എത്ര എണ്ണം ശരിയാക്കി എന്ന് സ്വയം തിരിച്ചറിയുക. കൂടുതൽ സമയം പഠനത്തിനായി മാറ്റിവെക്കേണ്ടതുണ്ടോ എന്ന് തിരിച്ചറിഞ്ഞ് വീണ്ടും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകട്ടെ. ഇനി ഓരോ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളോടൊപ്പം വിശദാംശങ്ങൾ കൂടി തിരിച്ചറിയുമ്പോഴാണ് അത് അടുത്ത പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പായി മാറുന്നത്. നമുക്ക് എന്തിലേക്ക് കടക്കാം? അനുബന്ധ വിവരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: കാകദന്ത ഗവേഷണ ന്യായത്തിന് സമാനമായ പഴഞ്ചൊല്ലേത്? കാകദന്ത ഗവേഷണ ന്യായം ഇല്ലാത്തൊരു വസ്തുവിനെ അന്വേഷിച്ച് സമയം കളയുന്നതിനെയാണ് ഇങ്ങനെ പറയുന്നത്.
അതിന്റെ അർത്ഥത്തിൽ വരുന്ന അല്ലെങ്കിൽ അതേ അർത്ഥത്തിൽ വരുന്ന ഒരു പഴഞ്ചൊല്ല് ഇതാണ്: അങ്ങില്ല പൊങ്ങിന്റെ വേര് കിളയ്ക്കാമോ. അങ്ങില്ല പൊങ്ങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? അതിനു മുമ്പ് കാകദന്ത ഗവേഷണ ന്യായം എന്താണ് എന്നിവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിലവിലില്ലാത്തതോ അസംഭവ്യമായതോ ആയ കാര്യങ്ങളെക്കുറിച്ച് അനാവശ്യമായി അന്വേഷിക്കുകയോ ഗവേഷണം നടത്തുകയോ ചെയ്യുന്നതിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന തത്വമാണ് കാകദന്ത ഗവേഷണ ന്യായം. കാക്കയ്ക്ക് പല്ലില്ലാത്തതുപോലെ അസാധ്യമായ അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങളുടെ പുറകെ സമയം കളയുന്നതിനെയാണിത് അർത്ഥമാക്കുന്നത്. നമ്മുടെ പ്രശ്നം അതല്ല, എന്താണ് ഈ അങ്ങില്ല പൊങ്ങ് എന്നറിയണം അല്ലെ. ഇതാണ് അങ്ങില്ല പൊങ്ങ്. നിങ്ങൾ മിക്കവാറും കണ്ടിട്ടുണ്ടാകും, ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കുളങ്ങളിലും മറ്റും പായല് പോലെ പൊങ്ങിക്കിടക്കുന്ന ഇതൊരു ഔഷധ സസ്യം കൂടിയാണെന്ന് തിരിച്ചറിയുക കേട്ടോ. ഇതാണ് അങ്ങില്ല പൊങ്ങ് എന്ന് പറയുന്ന ജലസസ്യം. കണ്ടോ, ഇതിന് എന്തില്ല, ഇതിന് വേരില്ല എന്നുള്ളതാണ്. വേരോ കിഴങ്ങോ ഒന്നുമില്ല, വെറുതെ ഫ്ലോട്ടിംഗ് ഓൺ വാട്ടർ ആണ് അല്ലെ. വെറുതെ വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്ന ഒന്നാണ്. അതിന്റെ കിഴങ്ങ് അന്വേഷിച്ചാൽ കിട്ടുവോ? ഇല്ല. എന്തുകൊണ്ടാ? അങ്ങനെ ഒന്ന് ഇല്ലാത്തത് കൊണ്ട്. കാര്യം മനസ്സിലായല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ശരിയായ വാക്യമേത്? 4 മാത്രം. അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ ഒരു തീരുമാനമെടുത്തു എന്ന വാക്യം മാത്രമാണ് ശരി. ബാക്കിയുള്ള 3 വാക്യങ്ങളും തെറ്റ്. എന്തുകൊണ്ട്? ഒന്നാമത്തെ വാക്യം ഇതായിരുന്നു: കിണറ്റിനുള്ളിൽ വീണ പുലിയെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. കിണറ്റിനുള്ളിൽ എന്ന ആവശ്യമുണ്ടോ? ഇല്ല. കിണറ്റിൽ വീണ പുലിയെ എന്ന് മതി. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? പുലി വീണത് കിണറ്റിനുള്ളിലാണ് എന്ന് മനസ്സിലായി. കിണറ്റിനുള്ളിൽ എന്ന വാക്കില്ലെങ്കിലും ആ വാക്യത്തിന് യാതൊരു തകരാറും സംഭവിക്കില്ല. അപ്പൊ വാക്യങ്ങള് ഏറ്റവും കുറഞ്ഞ വാക്കുകളിൽ എങ്ങനെയാണ് ആശയം വിനിമയം ചെയ്യുന്നത്, അതായിരിക്കും ശരിയായ വാക്യം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അടുത്തത്, അനേക വർഷങ്ങൾ കഴിഞ്ഞാണ് ഞങ്ങൾ നാട്ടിൽ പോയത്. ഇത് വ്യാകരണപരമായിട്ട് ഇതിൽ തകരാറുണ്ട് അല്ലെ. അനേക വർഷങ്ങൾ കഴിഞ്ഞാണ് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ ടെൻസും, ഞങ്ങൾ നാട്ടിൽ പോയത് എന്ന് പറയുമ്പോൾ അത് പാസ്റ്റ് ടെൻസുമാണ്. ഈ വാക്യം എങ്ങനെ ശരിയാക്കാം? നമ്മൾ നാട്ടിൽ പോയി വന്ന ശേഷം ഈ വിവരം ആരെങ്കിലും അറിയിക്കാനാണെങ്കിൽ അനേകം വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ നാട്ടിൽ പോയത് എന്ന് പറയാം അല്ലെ. അപ്പോഴാണ് ആ വാക്യം വ്യാകരണപരമായി ശരിയാകുന്നത്. 3, ഒത്തിരി തവണ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഓരോ വിദ്യാർത്ഥികളും പുസ്തകങ്ങൾ വായിക്കണം. ഓരോ വിദ്യാർത്ഥികളും എന്ന് പറയുമോ? ഇല്ല. ഒന്നുകിൽ ഓരോ വിദ്യാർത്ഥിയും, അല്ലെങ്കിലോ എല്ലാ വിദ്യാർത്ഥികളും. സിംഗുലർ ആണെങ്കിൽ ഓരോ എന്ന ശബ്ദം സിംഗുലർ ആണ്. അങ്ങനെയാണെങ്കിൽ വിദ്യാർത്ഥിയും സിംഗുലർ ആയിരിക്കണം. ഇനി വിദ്യാർത്ഥിയെ പ്ലൂരൽ അഥവാ ബഹുവചനമാക്കണമെങ്കിൽ എല്ലാ വിദ്യാർത്ഥികളും എന്നും പറയണം. അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാൽ, ഒരേ അർത്ഥം വരാത്ത പദക്കൂട്ടം ഏതാണ്? ധ്വജം, കൊടിമരം, പക്ഷി. പക്ഷിയെ നമുക്കറിയാം, ബേർഡ് ആണ് അല്ലെ. പക്ഷിക്ക് കൊടിമരം എന്ന അർത്ഥമില്ലാത്തത് കൊണ്ട് ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അല്ലെങ്കിൽ ഒരേ അർത്ഥം വരാത്ത പദക്കൂട്ടം ഓപ്ഷൻ എ ആണ്. ചന്ദനം, മലയജം, ഭദ്രശ്രീ ചന്ദനത്തിന്റെ തന്നെ പര്യായമാണ്. പഴം, ഫലം, പക്വം എന്തിന്റെ പര്യായമാണ്? പഴത്തിന്റെ, ഫ്രൂട്ടിന്റെ പര്യായമാണ്. തന്തുപം, സർഷഭം, കടുക് കടുകിന്റെ പര്യായ പദങ്ങളാണ്. അത് അറിയില്ലെങ്കിൽ പോലും ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരമെന്ന് നിസ്സംശയം നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാകും. 4ാമത്തെ ചോദ്യം, ഹീസ് ഓൾഡ് ഫാഷൻഡ് അല്ലെ. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾഡ് ഫാഷൻഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അയാൾ ഒരു പഴഞ്ചനാണ് എന്ന്. 5ാമത്തെ ചോദ്യം ഇതാണ്, ഭൂയിഷ്ഠം. ഭൂയിഷ്ഠമാണ് ശരിയായ പദം എന്ന് പറഞ്ഞു. ഉച്ഛിഷ്ടം എന്ന വാക്ക് പിരിച്ചെഴുതുകയും ചേർത്തെഴുതുകയും വരെ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലെ. ഉച്ഛിഷ്ടം എന്ന് വരുമ്പോ എഴുതുമ്പോ ചായുമാണ് വരുന്നത്. കാരണം എന്താ? ഉത് അധികം ശിഷ്ടമാണ് എന്താകുന്നത്? ഉച്ഛിഷ്ടമാകുന്നത്. തായും ശായും കൂടി ചേർന്നത് കൊണ്ടാണ് ചേർത്തെഴുത്തിൽ ചായും വന്നത്. ഇതൊക്കെ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ ശ്രേഷ്ഠം എന്ന് എഴുതുമ്പോ വട്ടപൂജ്യം ഠ എന്ന് നമ്മൾ എളുപ്പത്തിൽ വിളിക്കുന്ന അധികരവർണ്ണമാണ് വേണ്ടത്. ഇനി സ്പഷ്ടം എന്ന് എഴുതുമ്പോഴോ അധികരവർണ്ണം വേണ്ടതാനും ഖരം ചേർത്താൽ ശരിയായ പദം കിട്ടും. വ്യക്തം എന്നുള്ള അർത്ഥത്തിൽ സ്പഷ്ടം. അടുത്തത്, ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക ചേർത്തെഴുത്തിൽ. കരിം അധികം പുലിയാണോ? കരിമ്പുലി അല്ല. ഗതി അധികം അന്തരം പലയാവർത്തി പറഞ്ഞിട്ടുള്ളതാണ്. ജഗത അധികം നാഥൻ, തായും നായും കൂടി ചേർന്നാൽ അത് ഇരട്ടിച്ച നഗാരമാകും എന്ന കാര്യവും നമുക്കറിയാം. വിണ്ടലം ഇങ്ങനെയാണോ പിരിച്ചെഴുതേണ്ടത്? അല്ല. വിൺ അധികം തലമാണ് വിണ്ടലമാകുന്നത്. കരി അധികം പുലിയാണ് എന്താകുന്നത്?
കരിമ്പുലി ആകുന്നത്. മകാരം ആഗമിക്കുന്നത് കൊണ്ടത് ആഗമസന്ധിയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വിണ്ടലത്തിലോ അത് താ പോയി ടാ വരുന്നത് കൊണ്ട് ആദേശ സന്ധിക്കുള്ള ഉദാഹരണവുമാണ് പറഞ്ഞിട്ടുള്ളതാണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കിണറിന്റെ സമാന പദങ്ങൾ ഉൾക്കൊള്ളുന്ന ശരിയായ ജോഡി. കൂപം, പ്രഹി, ഇതാണ് കിണറിന്റെ പര്യായ പദങ്ങൾ. ഖേയം എന്ന് പറഞ്ഞാൽ എന്താണ്? കിടങ്ങ്. കിടങ്ങിനെയാണ് ഖേയം എന്ന് പറയുന്നത്. ഹയം എന്താണ്? കുതിരയുടെ പര്യായമാണ്. മുകുടം എന്ന വാക്കിനും മകുടം എന്ന വാക്കിനും കിരീടം എന്ന അർത്ഥമുണ്ട്. ദാ നോക്കൂ, കൈത്തോട് അല്ലെങ്കിൽ കിടങ്ങിനെയാണ് ഖേയം എന്ന് പറയുന്നത്. ഹയം കുതിരയാണ്. മുകുടത്തിന് ഏറ്റവും അറ്റത്ത് അല്ലെ കിരീടം വെക്കുന്നത് തലയ്ക്ക് മുകളിലാണ്. അതുകൊണ്ട് ഏറ്റവും അറ്റത്ത് വെക്കുന്നത് എന്ന അർത്ഥത്തിൽ മുകുടം പറയാം, കിരീടം പറയാം. പിന്നെ പർവ്വത ശിഖരങ്ങൾക്ക് എന്ത് പറയാറുണ്ട്? മുകുടം എന്ന് പറയാറുണ്ട്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യം നോക്കിക്കേ. സ്ത്രീലിംഗ പുല്ലിംഗ ജോഡി ഏതാ? ശ്വശുരൻ, ശ്വശ്രു. പലയാവർത്തി പറഞ്ഞിട്ടുള്ളതാണ്. ഭാര്യയുടെയോ ഭർത്താവിന്റെയോ അച്ഛനെയാണ് എന്ത് പറയുന്നത്? ശ്വശുരൻ എന്ന് പറയുന്നത്. ഭാര്യയുടെയോ ഭർത്താവിന്റെയോ അമ്മയെയാണ് ശ്വശ്രു എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. കലപ എന്നല്ല, കലപ്പയാണ് ഉദ്ദേശിക്കുന്നത്. കലപ്പയുടെ പര്യായം അല്ലാത്ത പദം ഏതാണ്? ഉപലമാണ്. ഉപലം എന്ന് പറഞ്ഞാലോ കല്ലിന്റെ പര്യായമാണ് കേട്ടോ. ഹലം, സീരം, ലാംഗലം ഇതൊക്കെ കലപ്പയുടെ പര്യായ പദങ്ങളാണ്. അടുത്തത് വിശ്വസ്ത സേവകൻ എങ്ങനെ വിഗ്രഹിക്കാം അല്ലെങ്കിൽ ഘടകപദങ്ങളാക്കാം? വിശ്വസ്തനായ സേവകൻ, അങ്ങേരെയാണ് വിശ്വസ്ത സേവകൻ എന്ന് വിളിക്കുന്നത്. അടുത്തത് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ജീവചരിത്രം എഴുതപ്പെട്ടത് ശ്രീനാരായണ ഗുരുവിന്റെയാണ്. അതുപോലെ ആദ്യത്തെ ജീവചരിത്രം, ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ ജീവചരിത്രം പലപ്പോഴും ഒരു ചർച്ചാ വിഷയമാണ്. അതവിടെ നിൽക്കട്ടെ. ഗവേഷകരുടെ കണക്കുകൾ പ്രകാരം മലയാളത്തിൽ മാത്രം 50-ലധികം ജീവചരിത്ര പഠന ഗ്രന്ഥങ്ങൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പൊതുവെ അംഗീകരിക്കപ്പെടുന്നത്. ഇവയിൽ ചിലത് സമ്പൂർണ്ണ ജീവചരിത്രങ്ങളും മറ്റു ചിലത് ഗുരുവിന്റെ ദർശനം, സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾ, ആത്മീയ ചിന്തകൾ എന്നിവ കേന്ദ്രീകരിച്ചുള്ള പഠന ഗ്രന്ഥങ്ങളുമാണ്. എന്താണെങ്കിലും ഔദ്യോഗികമായ കണക്ക് പ്രകാരം 50-ലധികമാണ് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. അതുകൂടാതെ പെരുമ്പടവം ശ്രീധരൻ എഴുതിയ നോവൽ ഏതാണ്? നാരായണം എന്ന നോവൽ ഉണ്ട്. കൂടാതെ കെ സുരേന്ദ്രൻ എഴുതിയ ഗുരു എന്ന നോവൽ. ഇങ്ങനെ നോവലുകളുടെ കണക്ക് പരിശോധിച്ചാലും ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചും അനേകം ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ആദ്യത്തത് എന്ന് പലരും പറഞ്ഞു കാണാറുള്ളത് മൂർക്കോത്തുകുമാരൻ എഴുതിയ ജീവചരിത്രമാണ്. ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ജീവചരിത്രം എന്ന പേരിൽ മൈത്രി ബുക്സ് അത് പുനഃപ്രസിദ്ധീകരണം നടത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ചിലതിന്റെ പേര് മാത്രം ഇവിടെ സൂചിപ്പിക്കാം. ശ്രീനാരായണ ഗുരുചരിതം അത് എഴുതിയത് കുമാരനാശാനാണ്. ശ്രീനാരായണ ഗുരുസ്വാമികൾ ടി ഭാസ്കരന്റേതാണ്. ശ്രീനാരായണ ഗുരു എന്ന ജീവചരിത്രം എഴുതിയത് കെ ദാമോദരനാണ്. ശ്രീനാരായണ ഗുരുസ്വാമി പി പരമേശ്വരന്റെയും ശ്രീനാരായണ ഗുരു ജീവചരിത്രം സി വി കുഞ്ഞിരാമന്റെയുമാണ്. ശ്രീനാരായണ ഗുരുദേവൻ എന്ന ജീവചരിത്രം എഴുതിയത് എൻ കുമാരനുമാണ്. അടുത്ത ചോദ്യം തപോമയുടെ അച്ഛനെ കുറിച്ചുള്ളതായിരുന്നു അല്ലെ. ഏറ്റവും ഒടുവിൽ വയലാർ അവാർഡ് നേടിയ നോവൽ കൂടിയാണ് ഈ സന്തോഷ് കുമാറിന്റെ തപോമയുടെ അച്ഛൻ. ഇതിലെ ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. കാരണം എന്താണ്? അതിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇദ്ദേഹമാണ് ഈ സന്തോഷ് കുമാർ തപോമയുടെ അച്ഛൻ എന്ന നോവൽ ഉൾപ്പെടെ 7 നോവലുകളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ചെറുകഥകളുടെ പട്ടിക എടുത്താൽ അത് വളരെ വലിയ പട്ടിക തന്നെയായിരിക്കും. ഇദ്ദേഹത്തിന്റെ 7 നോവലുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. അതിനു മുൻപ് തെറ്റായ പ്രസ്താവനയിലേക്ക് കടക്കുകയാണെങ്കിൽ എന്താണ് തകരാറ്? കിഴക്കൻ ബംഗാളിൽ നിന്നുള്ള ഒരു അഭയാർത്ഥി കുടുംബത്തിലെ അംഗമാണ് തപോമയുടെ അച്ഛനായ ഗോപാൽ ബറുവ. തപോമയെ അല്ലെങ്കിൽ കഥ പറയുന്ന ആൾ അല്ലെങ്കിൽ ആഖ്യാതാവ് പരിചയപ്പെടുത്തുന്നതോടുകൂടിയാണ് അവരുടെ ജീവിത കഥയിലേക്ക് ആഖ്യാതാവ് കടന്നു പോകുന്നത്. തങ്ങൾക്ക് കൂടി വേരുറപ്പിക്കാനുള്ള ഒരു വാഗ്ദത്ത ഭൂമി സ്വപ്നം കാണുന്ന കുറെ മനുഷ്യരിലേക്കും വിചിത്രമായ അവരുടെ അനുഭവങ്ങളിലേക്കും അതുവഴി ഒരു നിഗൂഢ ലിപിയിലേക്കും വായനക്കാരെ കൊണ്ടുചെന്ന് എത്തിക്കുകയാണ് എഴുത്തുകാരൻ ഈ നോവലിലൂടെ ചെയ്തിട്ടുള്ളത്.
ഇനി ചരിത്രപരമായ പ്രസിദ്ധീകരണം, അത് തന്നെ ഒരു തകരാറ് പിടിച്ച പ്രയോഗമാണ് അല്ലെ. മലയാള പ്രസിദ്ധീകരണം അല്ലെങ്കിൽ മലയാളത്തിലെ ആദ്യകാല പ്രസിദ്ധീകരണം എന്നൊക്കെയാണ് ജ്ഞാനനിക്ഷേപത്തെ വിശേഷിപ്പിക്കേണ്ടത്. പോട്ടെ, ഇതിൽ 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ. രണ്ടാമത്തേത്, അതായത് ബെഞ്ചമിൻ ബെയ്ലിയുടെ എഡിറ്റർഷിപ്പിലാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചതെന്ന് ചരിത്ര ഗവേഷണം സ്ഥിരീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ ലേഔട്ട് ഡിസൈനുകൾ പിന്നീട് തുടർന്നുള്ള മാസികകളിലും അനുകരിച്ചു. എന്താണ് രണ്ടാമത്തെ പ്രസ്താവനയിലെ തകരാറ്? ജ്ഞാനനിക്ഷേപം ആരംഭിച്ചത് കോട്ടയം CMS പ്രസിൽ നിന്നാണെങ്കിലും അതിന്റെ ആദ്യകാല എഡിറ്റർ സ്ഥാനത്ത് പ്രവർത്തിച്ചത് ബെഞ്ചമിൻ ബെയ്ലി ആയിരുന്നില്ല. പിന്നെയോ ജോൺ ഹോക്സ്വർത്തും ജോർജ് മാത്തൻ തരകൻ തുടങ്ങിയവരുമായിരുന്നു. ബെഞ്ചമിൻ ബെയ്ലിയുടെ മേൽനോട്ടത്തിലാണ് പ്രസ് പ്രവർത്തിച്ചിരുന്നത് എങ്കിലും എഡിറ്റർഷിപ്പിനെ കുറിച്ചുള്ള ഈ പ്രസ്താവന പൂർണ്ണമായും ശരിയല്ലാത്തത് കൊണ്ടാണ് രണ്ടാമത്തെ പ്രസ്താവന തെറ്റായി തീർന്നത്. അടുത്തത്, ശ്രീബുദ്ധ ചരിതം എന്ന സാഹിത്യ കൃതിയെ കുറിച്ച് പറയുന്നതിൽ ശരിയായത് 1ഉം 2ഉം മാത്രമാണ്. മൂന്നാമത്തെ പ്രസ്താവന, അതായത് തിരുവിതാംകൂറിലെ രാജകുടുംബമാണ് കേരളത്തിൽ ബുദ്ധമത ദർശനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിവർത്തനം പ്രാഥമികമായി നിയോഗിച്ചത് എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. കാരണം എന്താണ്? അത് കുമാരനാശാൻ സ്വയമേവ നിർവഹിക്കുകയായിരുന്നു. ദാ പുസ്തകത്തിന്റെ കവർ പേജ് നോക്കൂ. ശ്രീബുദ്ധ ചരിതം കിളിപ്പാട്ട്, കണ്ടോ? കിളിപ്പാട്ട് എന്നതാണ് പുസ്തകത്തിന്റെ മുൻപിൽ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളത്. ദാ പരിഭാഷകൻ എന്ന പേരിൽ N കുമാരനാശാന്റെ പേരും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ദാ അടുത്തത്, ദ ലൈറ്റ് ഓഫ് ഏഷ്യ, സർ എഡ്വിൻ അർണോൾഡ്. കണ്ടോ? എഡ്വിൻ അർണോൾഡിന്റെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന ഗ്രന്ഥമാണ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. എ ഫ്രീ ട്രാൻസ്ലേഷൻ എന്ന പുസ്തകത്തിന്റെ മുൻപിൽ തന്നെ എഴുതിയിരിക്കുന്നത് കാണാം. ശാരദാ ബുക്ക് ഡിപ്പോ അല്ലെ, തിരുവനന്തപുരത്തെ ശാരദാ ബുക്ക് ഡിപ്പോയാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. 1915 ഇത് പ്രസിദ്ധീകരിച്ചത് എന്ന വിവരവും പുസ്തകത്തിന്റെ ആദ്യ താളുകളിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നു. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാകാനുള്ള കാരണം എന്താണ്? തിരുവിതാംകൂർ രാജകുടുംബമല്ല ഈ വിവർത്തന ചുമതല കുമാരനാശാന് നൽകിയത്. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളിൽ നിന്നും ബുദ്ധമത തത്വങ്ങളോടുള്ള വ്യക്തിപരമായ ആഭിമുഖ്യത്തിൽ നിന്നുമാണ് കുമാരനാശാൻ ഈ കൃതി സ്വമേധയാ തയ്യാറാക്കിയത്. അതുകൊണ്ടാണ് മൂന്നാമത്തെ പ്രസ്താവന തെറ്റായ ഒന്നായത്. കിട്ടിയല്ലോ? അപ്പോ ഇത്രയും കാര്യങ്ങളാണ് മൂന്നാം തലം അല്ലെ, ഡിഗ്രി പരീക്ഷയുടെ 3ാം ഘട്ടവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പരീക്ഷ അത്രയ്ക്ക് ബുദ്ധിമുട്ടിക്കുന്ന, അല്ലെങ്കിൽ മലയാളം ചോദ്യങ്ങൾ അത്രയ്ക്ക് ബുദ്ധിമുട്ടിക്കുന്ന ഒന്നായിരുന്നില്ല, ഒരു ശരാശരി നിലവാരം പുലർത്തുന്ന ഒന്നായിരുന്നു. ഇനിയുള്ള പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടായി അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന പരീക്ഷകളിൽ കൂടുതൽ മികച്ച തയ്യാറെടുപ്പോടുകൂടി പരീക്ഷയെ നേരിടാൻ ശ്രമിക്കുക. മറ്റൊരു സെഷനുമായി വീണ്ടും കാണാം. അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.